Good afternoon. Good afternoon. Good afternoon. എല്ലാവരും മുഖമൊക്കെ കഴുകി വന്നിരിക്കണം കേട്ടോ ക്ലാസ്സിൽ. ഇനി ഉറങ്ങി പോകുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഇപ്പം നമ്മള് ഇന്നലത്തെ ക്ലാസ് നമ്മൾ എന്താ എടുത്തത്? നമ്മുടെ ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങി അല്ലെ? ഇന്നലെ തുടങ്ങിയിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഡയാലിസിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഒരു കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ അതിനകത്ത് കൊടുത്തിരുന്നു. അത് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കും. വായിച്ചില്ലേ ഇന്നലെ? എല്ലാവരും വായിച്ചു നോക്കിയോ? ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ വായിക്കണം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഡെയിലി എടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ചില ഭാഗങ്ങൾ വായിച്ചു നോക്കിയില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇന്നലെ ഡയാലിസിസ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് ഡയാലിസിസ് ഇഫക്റ്റീവ്ലി ആദ്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് ഏത് വർഷത്തിലായിരുന്നു? ഏത് കാലയളവിലായിരുന്നു? പറയണം. ഏത് കാലഘട്ടത്തിലായിരുന്നു? 1940. 49 അല്ല കേട്ടോ ലീന. 1949 അല്ല, 1940 ആണ് കേട്ടോ. 1940-കളിലാണ് ആദ്യമായിട്ട് പ്രയോജനപ്പെടുത്തിയത്. പിന്നീട് നമ്മൾ പറഞ്ഞു 1970 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ വൃക്കരോഗത്തിനുള്ള ഒരു സാധാരണ ചികിത്സയായിട്ട് മാറി എന്ത്? ഡയാലിസിസ്. ഓക്കെ, അലീന കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ശരി. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞത് ഒരു ഡയാലിസിസിന്റെ ദൈർഘ്യം എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ബോഡി സൈസ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി. ദെൻ ലാസ്റ്റ് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. പിന്നെ പറഞ്ഞത് ഡയാലിസിസ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. 2 സാഹചര്യങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ARF ആണ് കേട്ടോ, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അതിന് തന്നെയാണ് നമ്മൾ AKI എന്ന് പറയുന്നത് കേട്ടോ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ്. കിട്ടുന്നത് റിവേഴ്സിബിൾ ആണ് എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ESKD അല്ലെ? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സാഹചര്യം അഥവാ നമ്മുടെ ക്രോണിക് അല്ലെങ്കിൽ നമ്മുടെ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നൊക്കെയാണ് പറയാം. അതെന്ന് വെച്ചാൽ പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ് കേട്ടോ. അതായത് പെർമനന്റ് ആയിട്ട് തന്നെ കിഡ്നി ഫങ്ഷൻസ് ഇതായി പോവാണ്, നശിച്ചു പോവാണ്. അപ്പൊ അത് റിവേഴ്സിബിൾ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇറിവേഴ്സിബിൾ ആണ്. കാര്യം എന്താണ്? നമുക്ക് ഡയാലിസിസ് കൊണ്ട് മാത്രമാണ് അവരുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. മനസ്സിലായില്ല? അപ്പൊ അത്രയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. പിന്നെ ഒരു പോയിന്റ് കൂടെ നമ്മൾ പഠിച്ചു. ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് ഈ കിഡ്നിയുടെ ഫംഗ്ഷൻ എത്ര ശതമാനം ആവുമ്പോഴാണ് നമ്മൾ പറയുന്നത്? 10 to 15% അല്ലെ? അതല്ലേ പറഞ്ഞു? 10 തൊട്ട് 15% മാത്രം വൃക്ക പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ. അതാണ് നമ്മൾ പൂർണ്ണമായിട്ട് വൃക്ക തകരാറിലാണ് എന്നുള്ള ആ ഒരു സൈൻ, ഒരു സിംറ്റം എന്ന് പറയുന്നത് അത്ര പെർസെന്റേജിലോട്ട് എത്തുന്നതാണ് കേട്ടോ. 10 to 15%. അതാണ് ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാം കേട്ടോ. ഉറക്കം വരികയുണ്ടെങ്കിൽ മുഖമൊന്നും കഴുകണം കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കണേ, ഓൾറെഡി ഫീൽ ചെയ്യും. അപ്പോ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൗ ഇറ്റ് വർക്ക്സ്. എന്താണ് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡയാലിസിസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഡയാലിസിസ് എങ്ങനെ ചെയ്യുന്നു എന്നല്ലാണ്ട് പറയുന്നത്. ഡയാലിസിസ് ഏത് തരത്തിലാണ്, എങ്ങനെയാണ് ഈ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഈ പറയുന്ന വൃക്കരോഗങ്ങളുടെ ഇടയിൽ എങ്ങനെയാണത് വർക്ക് ആവുന്നത്.
ഇങ്ങനെയാണ് ശരിക്കും വർക്കാവുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതായത് ഒരു കിഡ്നിയുടെ ചികിത്സിച്ച് ഭേദമാക്കുന്നില്ല, പക്ഷെ എന്താണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഡയാലിസിസിലൂടെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇവിടെ പറയുന്ന പോയിന്റ്സുകൾ എല്ലാം തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്. ചാപ്റ്റർ നമ്പർ 24 കേട്ടോ, 24ാമത്തെ ചാപ്റ്റർ ആണ്. നോക്കൂ, ഡയാലിസിസ് ഹൗ ഇറ്റ് വർക്ക്സ്. Dialysis discharges some of the duties that kidney normally does to keep your body in balance, such as, അതായത് നമ്മുടെ ശരീരം സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിനായിട്ട് കിഡ്നി ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ, കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത്തരം പ്രവൃത്തികളാണ് എന്തിലൂടെ നമ്മൾ ചെയ്യുന്നത്? ഡയാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അത് കിഡ്നിയുടെ ഫങ്ഷൻസ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നീസ് പ്രിവെന്റ് ദ എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. എന്താണ് പൈലിംഗ് എന്ന് പറഞ്ഞാൽ? പൈലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കുനിഞ്ഞുകൂടാ, അടിഞ്ഞുകൂടാ എന്നൊക്കെയുള്ള അർത്ഥമാണ് പൈലിംഗ് എന്നുള്ള മീൻ ചെയ്യുന്നത്. അതായത് ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വൃക്ക എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിലുള്ള അധിക ദ്രാവകങ്ങൾ, അതുപോലെ തന്നെ വേസ്റ്റ്, മറ്റുള്ള ഇംപ്യൂരിറ്റീസിനെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്നത് എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും, തടയും എന്ന് പറഞ്ഞാൽ അതൊരു കിഡ്നിയുടെ ഫംഗ്ഷൻ ആണ് അല്ലെ. എന്തൊക്കെയാണ് ഫംഗ്ഷൻ? പ്രിവെന്റ് ദ എക്സ്ട്രാ വാട്ടർ, അതുപോലെ തന്നെ ഫ്ലൂയിഡ്സ്, അതർ ഇംപ്യൂരിറ്റീസ് പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. അതാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. കിഡ്നിയുടെ ഫംഗ്ഷൻ ആണ് അത് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ക്ലിയർ ആയില്ലേ? ആ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇങ്ങനെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഫിൽട്ടർ ചെയ്യും. അതെ, ഫിൽട്ടർ ആണ് കേട്ടോ. രണ്ടാമത്തത്, ദേ ഓൾസോ ഹെൽപ്പ് ടു കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ ആൻഡ് കൺട്രോൾ ദ ലെവൽസ് ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ദീസ് എലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, എന്താണ് കിഡ്നിയുടെ വേറൊരു ഫംഗ്ഷൻ? കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ അല്ലെ, രക്തസമ്മർദ്ദത്തിനെ നിയന്ത്രിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്? ബ്ലഡിനകത്തുള്ള പല കെമിക്കൽ എലമെന്റ്സ് അല്ലെ, രാസമൂലകങ്ങളുടെ എല്ലാം തന്നെ അളവുകൾ അല്ലെ, അതിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യുക, അതിന്റെ അളവിനെ നിയന്ത്രിക്കുക. ഈ പറയുന്ന കെമിക്കൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ സോഡിയം, പൊട്ടാസ്യം. നമ്മൾ ഇന്നലെ പറഞ്ഞു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ, ധാതു ലവണങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെ. ധാതു ലവണങ്ങളാണ് ഈ പറയുന്ന കെമിക്കൽ എലമെന്റ്സ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അത്തരം ലവണങ്ങളൊക്കെ ഉണ്ട്. ആ ലവണങ്ങളുടെ അളവ് കൺട്രോൾ ചെയ്യുക. അത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബ്ലഡ് പ്രഷർ ഒക്കെ കൂടും അല്ലെ. സോഡിയം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? BP യുടെ അളവൊക്കെ കൂടും അല്ലെ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി, കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ ആൻഡ് കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ഇതൊക്കെയാണ് കെമിക്കൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, അങ്ങനെയുള്ള ധാതു ലവണങ്ങൾ നിയന്ത്രിക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്, കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ D that enhances the absorption of calcium. എന്താണ്? കാൽസ്യത്തിന്റെ അളവിനെങ്കിൽ കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാനായിട്ട്, ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് എന്ത്? വിറ്റാമിൻ D എന്ന് പറയുന്നത്. അതിനെ സജീവമാക്കുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് അല്ലെ, സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ D എന്ന് പറയുന്നത്. അതിന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാൽസിഫെറോൾ എന്നാണ് കേട്ടോ. കാൽസിഫെറോൾ എന്നാണ് വിറ്റാമിൻ D അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കാൽസിഫെറോൾ എന്നുള്ള പേര് വരാനുള്ള റീസൺ എന്താണ്? കാൽസ്യത്തിന്റെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് കേട്ടോ. സാധാരണ നമ്മുടെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലുകള്, പല്ലുകളൊക്കെ ബലക്ഷയം വരും അല്ലെ. ഇന്നിപ്പോ ഒത്തിരി ആളുകള് എന്താ പറയാ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. നമ്മൾ പൊതുവെ മറ്റുള്ള വിറ്റാമിൻസ് ഒക്കെ പറയാറുണ്ട്, പക്ഷെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. കാൽസിറ്റോണിൻ അല്ല നസീഫ, കാൽസിറ്റോണിൻ ഒരു ഹോർമോൺ ആണ് കേട്ടോ. കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ്, നമ്മള് അത് വേറെയാണ്. കാൽസിഫെറോൾ കേട്ടോ, കാൽസിഫെറോൾ ആണ്. കാൽസിറ്റോണിൻ നമ്മൾ എവിടെയാ പറഞ്ഞത് ഓർമ്മയില്ല. നമ്മൾ മറ്റേ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒക്കെ പറഞ്ഞ ഹോർമോൺസ് ആണ് കേട്ടോ കാൽസിറ്റോണിൻ. അതല്ല, ഇതിന്റെ പേരാണ് കാൽസിഫെറോൾ കേട്ടോ. അപ്പൊ നമ്മൾ വിറ്റാമിൻ ഇനെ റെറ്റിനോൾ എനെ റെറ്റിനോൾ എന്ന് പറയും, അതുപോലെ ഈനെ ടോക്കോഫെറോൾ എന്ന് പറയുന്നത് പോലെ വിറ്റാമിൻ ഡിയുടെ പേരാണ് കാൽസിഫെറോൾ കേട്ടോ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ സജീവമാക്കുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്.
ഇനി ലാസ്റ്റ് എന്താണ് പറയുന്നത്? when the kidneys are unable to perform these functions. നമ്മൾ ഇതെല്ലാം പറഞ്ഞ 3 പോയിന്റ്സും കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്. അപ്പൊ അതിലൊരു പഠിക്കാൻ നമുക്കൊരു പോയിന്റ്സ് ഉണ്ട് അല്ലെ, കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫങ്ഷനാണ് നമ്മൾ പറഞ്ഞത്? prevent the extra water, fluids and other impurities that building up in the body. അല്ലെ, ബോഡിയിൽ അടിഞ്ഞുകൂടുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. പിന്നെ കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ, കൺട്രോൾ ദ കെമിക്കൽ ഇൻഹിബിറ്റൻസ് ഇൻ ദ ബ്ലഡ്. അഥവാ നമ്മൾ കൺട്രോൾ സോഡിയം ഓർ പൊട്ടാസ്യം എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. പിന്നെ എന്താണ്? ആക്ടിവേറ്റ് ദ വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അല്ലെ, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ സജീവമാക്കുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? വൃക്ക സഹായിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി ലാസ്റ്റ് എന്താണ് അവർ പറയുന്നത്? when the kidneys are unable to perform these functions due to disease or injury, it is dialysis that can help the body run as normally as possible. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം വൃക്കയുടെ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഇത്തരം ഫങ്ഷൻസുകൾ ഇപ്പൊ വൃക്കയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറോ പരിക്കോ അസുഖമോ മൂലം ഈ പറയുന്ന ഫങ്ഷനുകൾ വൃക്കയ്ക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സമയത്ത് പിന്നെ ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡയാലിസിസ് ആണ് അല്ലെ. ഡയാലിസിസ് കൊണ്ട് മാത്രമേ പിന്നീട് ശരീരത്തിന് നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം കിഡ്നിയുടെ ഫങ്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, വിത്തൗട്ട് ഡയാലിസിസ് സാൾട്സ് ആൻഡ് അതർ വേസ്റ്റ് പ്രോഡക്ട്സ് വിൽ പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്. വീണ്ടും വരുന്നുണ്ടാവുന്നുണ്ട് പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്, poison the body and damage other organs. അപ്പൊ നമ്മള് ഡയാലിസിസ് ചെയ്യാതിരുന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തകരാറ് സംഭവിച്ചു, നമ്മൾ ഡയാലിസിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ധാതുലവണങ്ങള്, മറ്റുള്ള ഇംപ്യൂരിറ്റീസ്, അധിക ദ്രാവകങ്ങള് എല്ലാം തന്നെ അത് കുമിഞ്ഞുകൂടും. അതെല്ലാം അതായത് എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞുകൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് പോയിസൺ ആക്കുകയും മറ്റ് പല ഓർഗൻസുകളെ ഡാമേജ് ആക്കുകയും ചെയ്യും അല്ലെ, മറ്റു പല ഓർഗൻസുകൾ അത് നശിപ്പിച്ച് കളയുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഇവിടെ പഠിക്കാനുള്ള പോയിന്റ്സ് എന്ത് മാത്രമാണ്? കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതാണ് അത്ര മാത്രമേ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള പോയിന്റ്സ് ഉള്ളൂ. അത് കിഡ്നിയുടെ ഫങ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. രക്തശുദ്ധീകരണം ഉണ്ട്, ധാതുലവണങ്ങളെ നിയന്ത്രിക്കാം, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാം, വിറ്റാമിൻ ഡിനെ എന്ത് ചെയ്യാം? സജീവമാക്കുക കേട്ടോ. ഇതൊക്കെയാണ് കിഡ്നിയുടെ ഫങ്ഷൻസ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ്? ടൈപ്സ് ഓഫ് ഡയാലിസിസ്. എന്താണ്? എന്തൊക്കെ തരത്തിലാണ് ഡയാലിസിസ് ഉള്ളത്? പലതരത്തിലല്ല കേട്ടോ, പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഡയാലിസിസ് ഉള്ളത്. ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാൻ. ഞാൻ ഇത് വായിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതെല്ലാം തന്നെ വായിച്ചു വിടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ അതിന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കാം. എന്നിട്ട് നമുക്ക് വായിക്കാം, കുറച്ചുകൂടി സ്പീഡപ്പ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോ ശ്രദ്ധിക്കാട്ടോ, ഡയാലിസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. 2 തരത്തിലാണ് ഡയാലിസിസ് ഉള്ളത്. ഒന്നാമത്തത് ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഡയാലിസിസ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസ്, 2 പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ ഞാൻ രണ്ടാമത് പറഞ്ഞ പെരിറ്റോണിയൽ ഡയാലിസിസ് അത് മാറ്റിവെച്ച് അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഹീമോ ഡയാലിസിസ് ഫസ്റ്റ് പറയാം. എന്താണ് ഹീമോ ഡയാലിസിസ്? ഹീം എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ഹെമറ്റോളജി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ്. റീനൽ എന്ന് പറയുമ്പോൾ കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നത് പോലെ എന്താ പറയാ, നമ്മുടെ ഹീം എന്ന് പറയുന്നത് ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ്. എന്താണ് ശരിക്കും ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാല്? നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് ബ്ലഡ് എന്ത് ചെയ്യാണ്? വെളിയിലേക്ക് എടുക്കുകയാണ്, പുറത്തേക്ക് എടുത്തിട്ട് ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി ഈ ഒരു മെഷീനകത്ത് എന്തുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട്. എന്തുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ച സമയത്ത് നമ്മൾ നെഫ്രോളജി പഠിച്ച് അല്ലെ. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കിഡ്നിക്കകത്ത് ഒരു അരിപ്പയുണ്ട്, നെഫ്രോൺസ് എന്ന് പറയുന്ന ഫിൽറ്റർ ഉണ്ട്, ഒരു അരിപ്പയുണ്ട്. അതിലൂടെയാണ് ബ്ലഡിന് എന്ത് ചെയ്യുന്നത്? അരിച്ചെടുക്കുന്നത്. എന്നതുപോലെ കിഡ്നിക്കകത്ത് നെഫ്രോൺസ് പോലെ ഇപ്പൊ കിഡ്നി വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഡയാലിസിസ് ചെയ്യാണ്. അപ്പൊ ഈ ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്. ഓക്കെ, ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ നമുക്ക് പറയാം, ഒരു സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാം. അതിന് നമ്മൾ പറയുന്നത് ഡയലൈസർ എന്നാണ് പറയുന്നത്. എന്താണ് പറയാ? ഡയലൈസർ.
ഡയലൈസർ എന്നാണ് പറയാ. അഥവാ വേറൊരു പേരും കൂടെ എന്ന് പറയും ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയും. എന്താണ്? കൃത്രിമ വൃക്ക എന്ന് പറയും. ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, അതായത് ഒരു അരിപ്പ, ഒരു മെംബ്രെയിൻ എന്നൊക്കെ നമുക്ക് പറയും. അതിനെ നമ്മൾ ഡയലൈസർ എന്നാണ് പറയുക, അഥവാ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയും, കൃത്രിമ വൃക്ക എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ചിലപ്പോൾ ഹീമോ ഡയലൈസർ എന്ന് പറയും കേട്ടോ. ഹീമോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ബ്ലഡ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹീമോ ഡയലൈസർ ഇങ്ങനെയൊക്കെ പേരുകളിൽ പറയുന്നത് കേട്ടോ. പ്രധാനമായിട്ട് ഡയലൈസർ എന്നാണ് കാണാം. അപ്പൊ ഏതാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നറിയപ്പെടുന്നത്? ഡയലൈസർ ആണ് കേട്ടോ, ഡയലൈസർ ആണ്. അതിനകത്ത് കൂടെ എന്ത് ചെയ്യണം? ബ്ലഡിനെ കടത്തിവിടും. ബ്ലഡിനെ കടത്തിവിടുമ്പോൾ ഈ പറയുന്ന ബ്ലഡിനകത്തുള്ള അധിക ദ്രാവകങ്ങൾ, ലവണങ്ങൾ, മറ്റ് ഇംപ്യൂരിറ്റീസ് എല്ലാം തന്നെ അതിലൂടെ ഫിൽട്ടർ ചെയ്ത് പോവാണ്, അല്ലെ, അരിച്ചെടുക്കാണ്. അതിനുശേഷം പ്യുവർ ആയിട്ടുള്ള ബ്ലഡ്, അതായത് ഫിൽറ്റേർഡ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ബ്ലഡിനെ എന്ത് ചെയ്യണം? ശരീരത്തിലേക്ക് തിരിച്ചങ്ങ് കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഹീമോ ഡയാലിസിസിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് ഈ പറയുന്ന ബ്ലഡിനെ നമ്മൾ വെളിയിലേക്ക് എടുത്തിട്ട് അതിനൊരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്, അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി അഥവാ ഡയലൈസർ എന്നാണ് പറയുക. അതിലൂടെ ബ്ലഡിനെ കടത്തിവിട്ട് നമ്മൾ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും. അതിനകത്തുള്ള വേസ്റ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ അരിച്ചെടുത്തിട്ട് പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡിനെ തിരിച്ച് ശരീരത്തിനകത്തേക്ക് കയറ്റിവിടും. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറയാം. സാധാരണയായിട്ട് ഒരു ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട്, എന്താണ് പറഞ്ഞത്? ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? വാസ്കുലർ ആക്സസ് സൈറ്റ്. എന്താണ് വാസ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. കാർഡിയോ റിലേറ്റഡ് ടു ഹാർട്ട് ആണ്, വാസ്കുലർ റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ ആണെന്നൊക്കെ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് വാസ്കുലർ ആക്സസ്? ആക്സസ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വേ ആണ്, അല്ലെ, ഒരു വഴിയാണ്, ഒരു പാതയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണ്? നമുക്ക് ശരീരത്തിന് അകത്തുനിന്ന് പുറത്തേക്ക്, അല്ലെ, വെളിയിലേക്ക് കൊണ്ടുവരണം. ഹീമോഡയാലിസിസിൽ അങ്ങനെയല്ലേ, വെളിയിലേക്ക് നമുക്ക് ബ്ലഡിന് പുറത്ത് കൊണ്ടുവരണം. അപ്പൊ ഈ ബ്ലഡിന് വരാനും പോകാനുമായിട്ട് എന്ത് വേണം? ഒരു പാത വേണം, അല്ലെ, ഒരു വഴി വേണം. അതിനെയാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് രോഗിയുടെ കയ്യിൽ ഉണ്ടാക്കാനായിട്ട് ഒരു സർജറി നമുക്ക് ആവശ്യമായിട്ട് വരും, ഒരു ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരും. മനസ്സിലായോ? ഒരു ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രോഗിയുടെ കയ്യിൽ ഒരു ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരും. അപ്പോ ഈ പറയുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ്, എന്തിനാണ് ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ വേ ആണ് ടു ഗെറ്റ് ദ ഡിസൈഡ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫോർ ഹീമോ ഡയാലിസിസ്. നമുക്ക് ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡിസൈഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് ലഭിക്കുന്നതിനുള്ള ഒരു വഴിയാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് ഇസ് ദ വേ ദാറ്റ് ടു ഗെറ്റ് ദ ഡിസൈഡ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫോർ ദ ഹീമോഡയാലിസിസ്. ഓക്കെ, ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എമൗണ്ട് ഓഫ് ബ്ലഡ് വേണം. ചെറിയ എമൗണ്ടിൽ വന്നാൽ പോരാ, അത്യാവശ്യം നല്ല ഫ്ലോയിങ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വഴിയാണ് എന്തെന്ന് പറയുന്നത് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് നമുക്ക് 3 തരത്തില് ഉണ്ടാക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. വാസ്കുലർ ആക്സസ് സൈറ്റ് 3 ടൈപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 3 തരത്തിലാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 തരം എന്നറിയാമോ? ഒന്ന് AV ഫിസ്റ്റുല. നമുക്ക് എന്താണ് AV ഫിസ്റ്റുല? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേജൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് AV ഫിസ്റ്റുല, രണ്ടാമത്തത് AV ഗ്രാഫ്റ്റ്, and third one vascular access catheter. എന്താണ് വാസ്കുലർ ആക്സസ് catheter? എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ടാക്കാൻ നമുക്കൊരു സർജറി ആവശ്യമാണ്. അപ്പൊ 3 തരത്തിൽ നമുക്ക് വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ആ 3 ടൈപ്പ്? ഒന്ന് AV ഫിസ്റ്റുല, AV ഫിസ്റ്റുല. 2 AV ഗ്രാഫ്റ്റ്, ഓക്കെ, AV ഗ്രാഫ്റ്റ്. then third one vascular access catheter. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അത് ഞാൻ പറഞ്ഞത് ഏതാണ്? AV ഫിസ്റ്റുലയാണ് പറഞ്ഞത്, അല്ലെ? AV ഫിസ്റ്റുല. ഈ AV എന്ന് പറയുന്നത്, A എന്ന് പറയുന്നതിന്റെ ഫുൾ ഇതിങ്ങനെയാണ്, അതിന്റെ എക്സ്പാൻഷൻ ഫോം ഇതാണ്. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നാണ് പറയാം. എന്താണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല? കറക്റ്റ് ആൻസർ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. അല്ല, ആർട്ടറി എന്ന് പറയുന്നത് ധമനിയാണ് കേട്ടോ. ധമനിനെയാണ് നമ്മൾ ആർട്ടറി എന്ന് പറയുന്നത്. സിര, വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സിരയാണ് കേട്ടോ. സിരയാണ്, ധമനി സിര എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിനെയാണ് ആർട്ടറി വെയിൻ എന്ന് പറയുന്നത്. അതിൽ ആർട്ടറിക്കകത്ത് എയും
വെയിനകത്ത് വീനസിൽ വിയും കൂടെ ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ AV എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ AV ഫിസ്റ്റുല. ഈ ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഉള്ളു പൊള്ളയായിട്ടുള്ള, ശ്രദ്ധിക്കട്ടെ, ഉള്ളു പൊള്ളയായിട്ടുള്ള രണ്ട് ട്യൂബ്സുകൾ നമ്മള് ഒരു എന്താ പറയുക കണക്ട് ചെയ്യുന്നതിന്, ആ ഒരു ഉള്ളു പൊള്ളയായിട്ടുള്ള രണ്ട് ട്യൂബുകളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു അബ്നോർമൽ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുക. ആ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന ആർട്ടറി, അത് ധമനിയാണ്, അത് ഒരു ബ്ലഡ് വെസലാണ്, അത് ഉള്ളു പൊള്ളയായിട്ടായിരിക്കുന്നത് അല്ലെ. വെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് വെസലാണ്, അതും ഉള്ളു പൊള്ളയായിട്ടായിരിക്കുന്നത്. അപ്പൊ അവയെ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം കൂട്ടിച്ചേർക്കാണ് ഈ ഒരു സർജറിക്കകത്ത്. ഈ ആർട്ടറിയെയും വെയിനെയും നമ്മൾ സർജിക്കൽ പ്രൊസീജിയറിലൂടെ വളരെ എന്താ പറയുക നേരത്തെ നൂലുകളൊക്കെ ഉപയോഗിച്ച് ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ആർട്ടറിയെ ഈ പറയുന്ന വെയിനെയും പരസ്പരം എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, കുറച്ചും കൂടെ ഉള്ളിൽ വിസ്താരമുള്ള ഒരൊറ്റ വെസലായിട്ട് നമുക്കത് കിട്ടും. അതിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, AV ഫിസ്റ്റുല അതായത് ഇറ്റ് സർജിക്കൽ കണക്ഷൻ ആണ് ബിറ്റ്വീൻ ദ ആർട്ടറി ആൻഡ് വെയിൻ. മനസ്സിലായ, ഒരു ധമനിയെയും ഒരു സിരയെ, അത് നിസ്സാരം എനിക്ക് തോന്നുന്നു 2 മില്ലിമീറ്റർ അങ്ങനെ എത്രയോ വ്യാസം ഉള്ളൂ സെപ്പറേറ്റ് എടുക്കുമ്പോൾ, അതിന് ഒരുമിച്ച് നമ്മളൊരു മൈനസ് സർജറിയുടെ ഒരുമിച്ച് തുന്നിച്ചേർത്ത് ഒരൊറ്റ ഇതാക്കി മാറ്റുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ ഗുണം, നല്ല ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയിൽ ബ്ലഡ് അതിലൂടെ വരും. അപ്പൊ അത്രയും എമൗണ്ട് ബ്ലഡ് നമുക്ക് ലഭിക്കുകയും അത് നമുക്ക് ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്കത് പ്യൂരിഫൈ ചെയ്ത് എന്താണ് കയറ്റി വിടാനായിട്ട് സാധിക്കും. അത് ഒരേ സമയം നടക്കൂട്ടോ, ബ്ലഡ് മെഷീനിലേക്ക് വരുന്നതും പ്യൂരിഫൈ ചെയ്ത് വരുന്നതും പോകുന്നതും ഒക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ, എന്താണ് AV ഫിസ്റ്റുല എന്ന് മനസ്സിലായല്ലോ. അതായത് ദിസ് സർജിക്കൽ കണക്ഷൻ ആണ് ബിറ്റ്വീൻ ദ ആർട്ടറി ആൻഡ് വെയിൻ എന്ന് പറയുന്നത്. സർജിക്കൽ രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ AV ഫിസ്റ്റുല എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ AV ഫിസ്റ്റുല വെക്കുന്നത് നല്ല ഹൈ പ്രഷറിൽ ബ്ലഡിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് ഡിസൈഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഡയാലിസിസ് മെഷീനിനകത്തേക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായല്ലോ, ഈ ഒരു ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് ഡയാലിസിസ് അതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം എന്താണ്, അതൊരു സർജറിയാണ് അല്ലെ, അത് ചെയ്ത് അതൊന്ന് ഫിക്സ് ആവണം, നമ്മുടെ ബോഡി ആയിട്ടൊന്ന് ഫിക്സ് ആവണം. ഓക്കെ, അതിന് കുറച്ചൊരു 3-4 മാസങ്ങൾ എടുക്കും. അതിനുശേഷമേ നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് ആയിട്ടാണ്. ഇതിന്റെ നാച്ചുറൽ ആയിട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ആക്സസ് ആയിട്ടാണ്. കാര്യം എന്താണ്, നമ്മൾ ഫോറിൻ ആയിട്ട് ഒന്നും തന്നെ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല, ഇല്ലല്ലോ. നമ്മുടെ 2 ബ്ലഡ് വെസലുകൾ തമ്മിൽ പരസ്പരം ഒരു സർജിക്കൽ കണക്ഷനിലൂടെ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ വേറെ ഫോറിൻ ആയിട്ട് ഒന്നും അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള 2 ബ്ലഡ് വെസലുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു സ്വാഭാവിക ആക്സസ് ആയിട്ട് ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്നും പറയാം, പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയാം. എന്ന് പറയാം, പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ ലോങ് ടേം ഡയാലിസിസിന് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു രീതിയാണിത്, ഈ പറയുന്ന AV ഫിസ്റ്റുല. പിന്നെ മാത്രമല്ല ഇതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായി, അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്, വളരെ കുറവുകൊണ്ട് സേഫ് ആണ്. മനസ്സിലായോ, ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഇത്രയുള്ള സംഭവം. ഇനി രണ്ടാമത് പറയുന്നത് AV ഗ്രാഫ്റ്റ് ആണ്. ക്ലിയർ ആയോ? AV ഫിസ്റ്റുല നിങ്ങൾ ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആ ശരി. അടുത്തത് AV ഗ്രാഫ്റ്റ് ആണ്. AV ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ ഞാൻ ക്യാപ്ചർ ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ കാർഡിയോളജി പറഞ്ഞപ്പോ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? വഴി കെട്ടിത്തെളിച്ച് പോണ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഗ്രാഫ്റ്റിന്റെ കാര്യം എന്നവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാഫ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിന്തറ്റിക് ട്യൂബ് ആണ് കേട്ടോ, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. അവിടെ എന്താണ് ഫിസ്റ്റുലയിൽ വ്യത്യാസമായിട്ട് എന്താണ് പ്രത്യേകത? അയ്യോ സോറി, ഈ AV ഫിസ്റ്റുല പറഞ്ഞപ്പോ നോക്കൂ, ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാനത് കാണിച്ചു തന്നില്ല അല്ലെ. ചിത്രത്തിലേക്ക് നോക്കി നിങ്ങൾ കണ്ടോ, ഒരു ആർട്ടറി വരുന്നത് കണ്ടോ, അത് വെയിൻ ആണ് കേട്ടോ. ഈ ആർട്ടറിയും വെയിനും കൂടെ എന്ത് ചെയ്യാണ്, ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഒരു പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ, ഈ ഒരു ഭാഗമാണ് കേട്ടോ AV ഫിസ്റ്റുല. ഇത് ഉണ്ടാക്കും. എന്നിട്ട് ഇതിലൂടെയാണ് നമ്മൾ ബ്ലഡ് ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് നമ്മൾ ഡയാലിസിസ് മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിലൂടെ തന്നെ കയറ്റിവിടും. അപ്പൊ ഇതൊരു സർജറിയിലൂടെയാണ് ചെയ്യുന്നത്.
സാധാരണയായിട്ട് നമ്മളിതൊരു കൈപ്പാദം, നമ്മുടെ കൈപ്പാദം ഉണ്ടല്ലോ ഈ ഭാഗം, അവിടെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി അവിടുത്തെ വെയിൻസ് എന്തെങ്കിലും അത്ര ഹെൽത്തി അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈ മടക്കുണ്ടല്ലോ ഈ ഭാഗം, കൈയുടെ മടക്ക്, ആ ഭാഗത്തായിരിക്കും ചെയ്യാം. ഇനി ഇത് രണ്ടും പോസിബിൾ അല്ലാത്ത സാഹചര്യങ്ങളില് ചിലപ്പോൾ കാലുകളിലും ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് ഇത് ചെയ്യുന്നത് കൈപ്പാദത്തിലോ, കൈപ്പാദത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൈ മടക്കിലോ ആയിരിക്കും ചെയ്യാം കേട്ടോ. ഇത്രയാണ് AV ഫിസ്റ്റുല. ഒരു പെർമനന്റ് ആക്സസ് സൈറ്റ് ആണ്, നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്, സേഫ് ആണ് ഇത്. പക്ഷെ സർജറി കഴിഞ്ഞാൽ 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഡയാലിസിസ് അതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് AV ഗ്രാഫ്റ്റ് ആണ്. ഓക്കെ, AV ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. അപ്പൊ എന്താണ് വ്യത്യാസം? ഫിസ്റ്റുലയിൽ എന്താ വ്യത്യാസം? ചിത്രം നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ഒരു ഗ്രാഫ്റ്റ് ഉപയോഗിച്ച്, അതായത് ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. മറ്റോടത്ത് എങ്ങനെയായിരുന്നു? നേരിട്ട് നമ്മളൊരു സർജറിയിലൂടെ രണ്ടിനെയും തമ്മിൽ ഒരുമിച്ച് അങ്ങ് ചേർക്കുന്നതിന് പകരം AV ഗ്രാഫ്റ്റിലെ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത്? ഒരു കണക്ഷൻ എങ്ങനെയാണ് അവർ കൊണ്ടുവരുന്നത്? ഒരു ഗ്രാഫ്റ്റ് മുഖേനയാണ്. കണ്ടോ, ഒരു ഗ്രാഫ്റ്റ് കണ്ടോ, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ്, അതിന്റെ ഒരറ്റം നമ്മൾ ആർട്ടറി ആയിട്ട് ഘടിപ്പിക്കും, മറ്റേ അറ്റം നമ്മൾ വെയിനുമായിട്ട് ഘടിപ്പിക്കും. അപ്പൊ ഒരു കണക്ഷൻ വന്നിട്ട് ആർട്ടറിയും വെയിനും തമ്മിൽ ഈ ഒരു ഗ്രാഫ്റ്റ് മുഖേന ഒരു കണക്ഷൻ വരികയാണ്. ഈ കണക്ഷൻ വരുമ്പോൾ എങ്ങനെയുണ്ടാവും ഇത് സംഭവിക്കുക? അതായത് നമ്മുടെ ആർട്ടറിയിൽ നല്ല ഹൈ പ്രഷറിലാണ് ബ്ലഡ് വരുന്നത്. അതായത് ഉയർന്ന പ്രവാഹത്തിലും ഉയർന്ന മർദ്ദത്തിലും ആർട്ടറിയിൽ നിന്ന് വരുന്ന രക്തം നമുക്ക് ഈ പറയുന്ന ഗ്രാഫ്റ്റ് വഴിയായിട്ട് താഴ്ന്ന മർദ്ദമുള്ള, താഴ്ന്ന പ്രവാഹമുള്ള വെയിനിലേക്ക് കടത്തിവിടാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇതിലൂടെ ഇങ്ങനെ ബ്ലഡ് വളരെ പ്രഷറിൽ നല്ല ഫ്ലോയിൽ അങ്ങ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഒഴുകിക്കൊണ്ടിരിക്കും, ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഹൈ ഫ്ലോയിൽ വരുമ്പോൾ ഇവിടെ ഒരു ഫ്ലോ റേറ്റ് ഉണ്ടാവും, ഒരു ഫ്ലോ റേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ നല്ല ഡിസൈഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് ആണ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഡയാലിസിസ് മെഷീന്റെ എവിടേക്കാണ് കുത്തുക? ഈ ഗ്രാഫ്റ്റിനകത്തോട്ടാണ് കുത്തുക. മനസ്സിലായോ? ഗ്രാഫ്റ്റിനകത്തോട്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് ശരീരത്തിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ പറയുന്ന പോലെ ഡയാലിസിസ് മെഷീനിലൂടെ കടത്തിവിട്ട് ഇതിങ്ങനെ കയറ്റി അങ്ങ് ശരീരത്തിനകത്തേക്ക് കയറ്റിവിടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. അവിടെ ഫിസ്റ്റുലയിൽ വ്യത്യസ്തമായിട്ട് ഒരു ആർട്ടറി, അതൊരു കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ എന്ന് പറയുന്നത് ബൈ ഗ്രാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ബൈ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് മുഖേന ആർട്ടറിയും വെയിനെയും ഘടിപ്പിക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്ക് അതെന്താണ്? അത് AV ഗ്രാഫ്റ്റ് ആണ് കേട്ടോ. ഗ്രാഫ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ AV ഫിസ്റ്റ് ഇതും എന്ത് തന്നെയാണ്? ഒരു പെർമനന്റ് ആയിട്ടുള്ള വാസ്കുലാർ ആക്സസ് സൈറ്റ് തന്നെയാണ് കേട്ടോ. പെർമനന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഫിസ്റ്റുലയാണ് ഇപ്പോഴും സേഫ്, ഇപ്പോഴും സേഫ് ഫിസ്റ്റുല തന്നെയാണ്, AV ഫിസ്റ്റുല തന്നെയാണ്. പക്ഷെ അതിൽ ഏതെങ്കിലും സാഹചര്യത്താൽ നമുക്ക് വെയിൻ കിട്ടാതെ വരിക, അല്ലെങ്കിൽ വെയിൻ വളരെ ദുർബലമായിട്ടുള്ള വെയിനാണ്, അത്ര എന്താ പറയുക, ഒരു വീക്ക് ആയിട്ടുള്ള വെയിൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? AV ഫിസ്റ്റുലയാണ് എപ്പോഴും സേഫ്. പക്ഷെ വെയിൻ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വെയിൻ വളരെ വീക്കാണ്, വളരെ ദുർബലമായിട്ടുള്ള ഒരു വെയിൻ ആണ് പേഷ്യന്റിന്റെ ശരീരത്തിലുള്ളതെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ ഓപ്റ്റ് ചെയ്യാവുന്നത് AV ഗ്രാഫ്റ്റ് ആണ് കേട്ടോ. AV ഗ്രാഫ്റ്റ് ആണ്. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞത് എന്താണ്? വാസ്കുലാർ ആക്സസ് കത്തീറ്റർ. എന്താണ് പറഞ്ഞത്? വാസ്കുലാർ ആക്സസ് കത്തീറ്റർ. കത്തീറ്ററിന്റെ പ്രത്യേകത ഫിസ്റ്റുലയിൽ നിന്നും AV ഗ്രാഫ്റ്റിൽ നിന്നും കത്തീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കത്തീറ്റർ ഒരു ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. മറ്റേത് രണ്ടും പെർമനന്റ് ആയിരുന്നു അല്ലെ? പക്ഷെ കത്തീറ്റർ എന്താണ്? ടെമ്പററി ആയിട്ടുള്ള ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. എന്താണ് ടെമ്പററി ആണെന്ന് പറയാൻ കാരണം? അതായത് ഈ ഒരു കത്തീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. അത് വന്നിട്ട് നമ്മുടെ നെക്കിന്റെ അവിടെ, പ്രത്യേകിച്ച് വലത് ഭാഗത്താണ് കേട്ടോ, വലത്തെ നെക്കിന്റെ ഭാഗത്താണ് അവിടെ ഒരു കത്തീറ്റർ ഘടിപ്പിക്കും. അതായത് ഒരു വെയിൻ ആയിട്ട് നമ്മുടെ ഒരു, അത് വെയിൻ ഒക്കെ എന്നൊരു വേറെ എന്തൊക്കെ പേര് പറയും, ഹാർട്ടിന്റെ അവിടെ നിന്ന് വരുന്നതാണ്. അപ്പൊ ആ ഒരു വെയിനിലിട്ട് എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യും. ഈ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഡയാലിസിസ് ചെയ്യും. പക്ഷെ അതൊരു ടെമ്പററി വാസ്കുലാർ ആക്സസ് സൈറ്റ് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് പറ്റില്ല, കാരണം അത് അത്ര സേഫ് അല്ല. കാരണം ഈ പറയുന്ന കത്തീറ്റർ നമ്മുടെ ശരീരത്തിൽ ഈ രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ പല വിധത്തിലുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്, ബ്ലഡ് ഫ്ലോ കുറയാനുള്ള സാധ്യതയുണ്ട്, പിന്നെ ക്ലോട്ട് ആവാനുള്ള സാധ്യത, അങ്ങനെ പല ഇൻഫെക്ഷൻസിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്.
പക്ഷെ പിന്നെ എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നത്? എന്ത് കാരണം കൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന AV ഫിസ്റ്റുല ചെയ്താലും AV ഗ്രാഫ്റ്റ് ചെയ്താലും എന്ത് വേണം? ഒരു കുറച്ച് സമയം എടുക്കും അല്ലെ? അതായത് AV ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമേ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 1-3 വീക്സ് ആണ് അവർ പറയുന്നത്. അതൊരു 3 ആഴ്ച, ഇങ്ങനെയുള്ള 3 ആഴ്ച കഴിഞ്ഞിട്ടേ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ചില സാഹചര്യങ്ങളിൽ രോഗികൾ വളരെ ഗുരുതരാവസ്ഥയിൽ വരെയാണ്, അവർക്ക് വേറെ ടൈമില്ല, പെട്ടെന്ന് തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ AV ഫിസ്റ്റുല ചെയ്ത് കാത്തിരിക്കാൻ, AV ഗ്രാഫ്റ്റ് ചെയ്ത് കാത്തിരിക്കാനോ ടൈമൊന്നും അവർക്ക് കിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കത്തീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? പക്ഷെ കത്തീറ്റർ എന്താണ്? ടെമ്പററി ആണ്. അതുകൊണ്ട് കത്തീറ്റർ വെച്ച് നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്തിരിക്കണം? AV ഫിസ്റ്റുല ചെയ്യാനുള്ള പ്രൊസീജിയർ അതേ സമയം തന്നെ ആരംഭിച്ചിരിക്കണം. കാര്യം അത് നമുക്ക് ടെമ്പററി ആണ്, കുറച്ച് നാൾ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഓക്കെ ചെയ്യാം നമുക്ക്, പക്ഷെ അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ AV ഫിസ്റ്റുലയിലോട്ട് മാറേണ്ടതുണ്ട്. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ കത്തീറ്റർ ഘടിപ്പിക്കുന്ന അതേ ആ ഒരു ഇതിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അതേസമയം തന്നെ AV ഫിസ്റ്റുലയ്ക്കുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് വാസ്കുലർ ആക്സസ് സൈറ്റ്. അത് 3 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? AV ഫിസ്റ്റുല, മറ്റൊന്ന് AV ഗ്രാഫ്റ്റ്, പിന്നെ കത്തീറ്റർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ആർട്ടറി ആൻഡ് വെയിൻ ആണ്. സർജിക്കൽ കണക്ഷൻ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് AV ഫിസ്റ്റുലയാണ്. പിന്നെ നിങ്ങൾ അതിൽ ഓർക്കേണ്ടത് അതൊരു പെർമനന്റ് ആയിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. അതിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കി വെക്കാം. AV ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആർട്ടറിനെയും വെയിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത് ത്രൂ എ ഗ്രാഫ്റ്റ് ആണ് കേട്ടോ. അഥവാ ഇങ്ങനെയായിരിക്കും പറയാ, ആർട്ടറി ആൻഡ് വെയിൻ കണക്റ്റഡ് ബൈ എ ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്ന് കേട്ടാൽ നമ്മൾ ഓർക്കണത് AV ഗ്രാഫ്റ്റ് ആണ്. അത് പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? അതായത് ഇപ്പൊ വെയിനുകൾ വളരെ വീക്ക് ആണെങ്കിൽ, വളരെ ദുർബലമാണെങ്കിൽ നമുക്ക് ഫിസ്റ്റുല ചെയ്യാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ AV ഗ്രാഫ്റ്റ് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി മൂന്നാമത് പറയുന്ന കത്തീറ്ററിൽ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? മറ്റു രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതൊരു ടെമ്പററി ആയിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് കേട്ടോ. ടെമ്പററി ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ടെമ്പററി ആണ്. നമ്മുടെ കഴുത്തിനോട് ചേർന്നിട്ട് ഈ പറയുന്ന ഒരു കത്തീറ്റർ വെയിനുമായിട്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് അത്ര സേഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് ഇമീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഡയാലിസിസ് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ പൊതുവെ കത്തീറ്റർ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഏത് ടൈപ്പ് ഡയാലിസിസ് ഉപയോഗിക്കണമെന്നും അത് എവിടെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ തീരുമാനിക്കുന്നതാണ് അല്ലെ. ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഇയാൾക്ക് ഏത് തരത്തിലൊക്കെ എടുക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ അത്രയേ ഉള്ളൂ, അത്രയും പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്തൊക്കെ പറഞ്ഞു പോകുന്നത്. അത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വായിക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. പിന്നെ സാധാരണ ഈ AV ഫിസ്റ്റുലയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള വെയിനെയും ആർട്ടറിയെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നടക്കില്ല. അത് ഈ പറയുന്ന പോലെ അൾട്രാസൗണ്ട് സ്കാനൊക്കെ ഉപയോഗിച്ച് ഒരുപാട് സെർച്ച് ചെയ്ത് നല്ല വെയിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും ഒക്കെ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അതിലാണ് ഏറ്റവും പ്രധാനം എന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ്. ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഇത് സെലക്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് വേണം AV ഫിസ്റ്റുലയൊക്കെ തുടങ്ങാനായിട്ട്. വെറുതെ ഒരു വെയിനും ആർട്ടറി എടുക്കുകയല്ല, അതിന് കൃത്യമായിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റ് വെയിനും കറക്റ്റ് ആർട്ടറിയും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണല്ല. പിന്നെ നമ്മൾ പറഞ്ഞ AV ഫിസ്റ്റുല കയ്യിൽ ചെയ്യുന്ന പറഞ്ഞില്ലേ, AV ഗ്രാഫ്റ്റും അങ്ങനെ തന്നെയാണ്. കത്തീറ്ററിന്റെ കേസ് മാത്രമാണ് നെക്കിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ AV ഫിസ്റ്റുലയോട്ട് മാറണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. പെട്ടെന്ന് തന്നെ മാറാനുള്ള സജ്ജീകരണങ്ങളും പ്രൊസീജിയേഴ്സ് അതോടൊപ്പം തന്നെ തുടങ്ങി ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി വായിച്ചാലോ? എളുപ്പം വായിക്കാലോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അന്ന് വായിക്കാൻ നമുക്ക്. ടൈപ്സ് ഓഫ് ഡയാലിസിസ്. ഫസ്റ്റ് വൺ, ഹീമോഡയാലിസിസ്. The most common type of dialysis is hemodialysis. ഏറ്റവും സാധാരണയായിട്ടുള്ള ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹീമോഡയാലിസിസ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം. Hemodialysis is a method in which a dialysis machine and a special filter called an artificial kidney or a dialyzer is used. അപ്പൊ എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാല്? ഒരു ഡയാലിസിസ് മെഷീനും അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. അതിനെ നമ്മൾ കൃത്രിമ വൃക്ക അഥവാ ഡയലൈസർ എന്നാണ് പറയുക. അത് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതി കേട്ടോ. അതിനെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്.
ഇസ് ആർട്ടിഫിഷ്യൽ കിഡ്നി, അതിനെ നമ്മൾക്ക് ഹീമോഡയലൈസർ എന്ന് പറയും. ഹീമോ എന്ന് പറയാൻ കാരണം ബ്ലഡ് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഹീമോഡയലൈസർ എലിമിനേറ്റ്സ് ദ വേസ്റ്റ് ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. ഫിൽട്ടർ ആണ് അല്ലെ, അതെന്തെയും ബ്ലഡിനകത്തുള്ള വേസ്റ്റ് മറ്റുള്ള അധിക ദ്രാവകങ്ങളെല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയും. അതിനുശേഷം ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഇസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. അതിനുശേഷം നമ്മളൊരു ഈ പറയുന്ന ഫിൽറ്റേർഡ് ബ്ലഡ് അല്ലെ, പ്യൂരിഫൈ ചെയ്തിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ തിരിച്ച് ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ ശരീരത്തിനകത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗം, ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഹീമോഡയാലിസിസ് മൈനർ സർജറി ഇസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ ആക്സസ് സൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ വേ ടു ഗെറ്റ് ദ ഡിസൈർഡ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫോർ ദ ഹീമോഡയാലിസിസ്. കേട്ടോ, ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസൈർഡ് എമൗണ്ട് ബ്ലഡ് ലഭിക്കുന്നതിനുള്ള ഒരു പാത, ഒരു വഴി, അതിനെയാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിനെ നമ്മൾ ഓപ്പൺ ചെയ്യാണ് കേട്ടോ, അതിലൂടെയാണ് നമുക്ക് ബ്ലഡിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നോർമലി ഇൻ ദ പേഷ്യൻസ് ആർ, സാധാരണയായിട്ട് നമ്മൾ പേഷ്യൻസിന്റെ കയ്യിലാണ് നമ്മളത് ചെയ്യുക. ദിസ് ആക്സസ് സൈറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് ആൻ ഈസി വേ ടു ഗെറ്റ് ദ ബ്ലഡ് ഫ്രം ദ ബോഡി ത്രൂ ദ ഡയാലിസിസ് ആൻഡ് ബാക്ക് ഇൻ ടു ദ ബോഡി. ഈ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റിന്റെ പ്രാധാന്യം എന്താണ്? ശരീരത്തിൽ നിന്നും രക്തം ഡയാലിസിസ് മെഷീൻ വഴി തിരിച്ച് ശരീരത്തിനകത്തേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ സർജറിയിലൂടെ അത് സെറ്റ് ആക്കി വെക്കണം. The different types of access for hemodialysis are as follows. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ? ഏതൊക്കെയാണ്? ഒന്നാമത്തത് AV ഫിസ്റ്റുല അഥവാ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. മനസ്സിലായല്ലോ എന്താണ്? AV ഫിസ്റ്റുല ഇസ് എ സർജിക്കൽ കണക്ഷൻ between an artery and a vein. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് കേട്ടോ. What is an AV fistula? An AV fistula is a surgical connection between an artery and a vein. Okay, ഒരു ആർട്ടറിയെ വെയിനെയും കണക്ട് ചെയ്യുന്ന സർജിക്കൽ കണക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് AV fistula. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ചെയ്യുന്നതല്ല കേട്ടോ, അത് അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ ചെയ്ത് നോക്കി ഈ പറയുന്ന നല്ല വെയിലൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുക്കാൻ മതി കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പ്രൊസീജിയർ ഒക്കെ ലൈവായിട്ടും ആനിമേഷൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. Often a fistula is created in the arm if the arteries in the arm are not large or healthy enough. It can also be put in the leg. നമ്മുടെ വായിക്കാണ് often a fistula is created in the arm. സാധാരണയായിട്ട് ഞാൻ പറഞ്ഞല്ലോ കയ്യിലാണ് ചെയ്യുക, കൈയുടെ പാദത്തിന്റെ എവിടെയാണ് പൊതുവെ ചെയ്യുക, ചിത്രത്തിൽ അവിടെയാണ് കാണുന്നത്. അതുകൂടാതെ അവിടെ ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈയുടെ മടക്കുണ്ട് അവിടെ ചെയ്യും. പൊതുവെ ലെഫ്റ്റ് ഹാൻഡിലാണ് പൊതുവെ ചെയ്യാറുള്ളത്. എന്തെങ്കിലും സാഹചര്യം വന്ന് റൈറ്റ് ഹാൻഡിലേക്ക് പോകാം കേട്ടോ. ഇതല്ലാന്നുണ്ടെങ്കിൽ ലെഗിലും വന്നിട്ട് ഇത് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് സൈറ്റ്. ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആണത്, നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. കാര്യം എന്താണ്? ഇറ്റ്സ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ്. നമ്മുടെ തന്നെ ബ്ലഡ് വെസൽസിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത്. വേറെ ഫോറിൻ ആയിട്ട് പുറത്തുനിന്നൊന്നും നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഗ്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, പുറത്തുനിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് സിന്തറ്റിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കേസിൽ അങ്ങനെയൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇവിടെ ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങിനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് AV ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ an arteriovenous graft is a kind of access used for the hemodialysis. ഹീമോഡയാലിസിസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ പറയുന്ന AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രാഫ്റ്റ് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. ഇതിനു മുമ്പ് the graft is normally placed in the arm but may be placed in the leg. ഇപ്പൊ പറഞ്ഞു അല്ലെ, എന്തെങ്കിലും കയ്യിൽ ഇതാക്കാം, ആവശ്യമില്ല ഏതെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലെഗിലും അകത്ത് പ്ലേസ് ചെയ്യാം. An AV graft is the connection of a vein and an artery that uses a hollow synthetic tube. That means the actual graft. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ വെയിനെയും ആർട്ടറിയും പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ്, ദാറ്റ് ഈസ് കോൾഡ് എ ഗ്രാഫ്റ്റ്. ഇതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. One end of the tube is attached to an artery. ശരിയല്ലേ? This is the graft, and one end is attached to the artery and the other end is attached to vein. Okay, vein-ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, and the other end of the tube is attached to a vein. അപ്പൊ ഈ ഒരു കണക്ഷൻ എന്തിനെ സഹായിക്കും? This connection results
in blood flowing from the high flow, high pressure artery through the graft and into the low pressure vein. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ്റ്റ് ഘടിപ്പിക്കുമ്പോൾ ഈ ആർട്ടറിയിൽ നിന്നും ഉയർന്ന പ്രവാഹത്തിലും ഉയർന്ന മർദ്ദത്തിൽ വരുന്ന ബ്ലഡ് ഈ ഗ്രാഫ്റ്റിലൂടെ താഴ്ന്ന പ്രവാഹമുള്ള താഴ്ന്ന മർദ്ദമുള്ള വെയിനിലോട്ട് ബ്ലഡിനെ പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് പാസ് ചെയ്യും, നല്ല ഫ്ലോയിലാണ് പാസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ എന്ത് സംഭവിക്കും? കോൺസിക്വന്റ്ലി the blood flow through the graft, അല്ലെ blood flow through this graft and provides a flow rate, അല്ലെ നല്ലൊരു ഫ്ലോ റേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. That will supply the enough blood to provide a suitable hemodialysis treatment. സ്വാഭാവികമായിട്ടും നമുക്ക് ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ഡിസൈഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗ്രാഫ്റ്റിന് കളക്ട് ചെയ്യാം. നല്ല ഫ്ലോയിലാണ് ഇവിടെ പോകുന്നത്, നല്ലൊരു ഫ്ലോ റേറ്റിലായിട്ട് ഒരു ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവാം. അവിടെ വീടിൽ വെച്ച് കുത്തിയെടുക്കുകയാണെങ്കിൽ ഡയാലിസിസ് മെഷീനിലേക്ക് കണക്ട് ചെയ്ത് ഇവിടെ നിന്ന് നല്ല എമൗണ്ട് ബ്ലഡ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടല്ലോ. An AV graft provides a solution for small or weak veins. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. സാധാരണയായിട്ട് വളരെ ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ വീക്ക് വെയിൻസ് ഉള്ള ആളുകൾക്ക് ഒരു പരിഹാരമാണ് എന്തെന്ന് പറയുന്നത് AV ഗ്രാഫ്റ്റ്. അപ്പൊ അവർക്ക് AV ഫിസ്റ്റുല ചെയ്യാൻ പറ്റില്ല, AV ഗ്രാഫ്റ്റ്. അതിൽ ഏത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അത് ഡോക്ടർ നിശ്ചയിക്കും കേട്ടോ. ആ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ആ ഡോക്ടർ തീരുമാനിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞത് വാസ്കുലാർ ആക്സസ് catheter, അല്ലെ എന്താണത്? ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക് ഓൺലി ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. ഷോർട്ട് ടേം ആണ് കേട്ടോ, ടെമ്പററി ആണ്. കുറഞ്ഞ കാലയളവിലേക്കുള്ള ഒരു ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കത്തീറ്റർ ആണ്. കാര്യം എന്താണ്? പെട്ടെന്ന് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ മറ്റു രണ്ടും ചെയ്യാനുള്ള ടൈം കിട്ടില്ല. സർജറി ഒക്കെ ചെയ്ത് തുടങ്ങാൻ ഒത്തിരി താമസം എടുക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ കത്തീറ്റർ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ കത്തീറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക്. നമ്മുടെ നെക്കിന്റെ ഭാഗത്ത്, കഴുത്തിന്റെ ഭാഗത്ത്, പ്രധാനമായിട്ടും വലത് ഭാഗത്താണ് കേട്ടോ. അവിടെ ഒരു വെയിനിലോട്ട്, വലിയ വെയിനിലോട്ട് അതിനെ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് ഓൺലി ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. അതേസമയം AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ഒക്കെ ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗപ്പെടുത്തുമ്പോൾ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗപ്പെടുത്തുന്നത് കത്തീറ്റർ ആണ്. അതുപോലെ പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത് AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ആണെങ്കിൽ ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത് കത്തീറ്റർ ആണ്. ഞാനിതൊക്കെ പറയുന്നത് ചോദ്യങ്ങൾ വരും കേട്ടോ, അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഓക്കെ. If a kidney disease has progressed rapidly, a patient may not have time for the placement of AV fistula or AV graft before beginning hemodialysis treatment. ശരിയാണ്, ഈ പറഞ്ഞ സാഹചര്യമാണ്. ഇപ്പൊ കിഡ്നി വളരെ വളരെ പെട്ടെന്ന് എന്താ പറയാ ഇതാവാണ് ഇതിന്റെ ഡിസീസ്, അതിന്റെ വൃക്ക തകരാറ് പെട്ടെന്ന് പ്രോഗ്രസീവ് ആയിട്ട് വല്ലാണ്ടൊന്ന് കൂടുകയാണെങ്കിൽ, ഗുരുതരമാവുകയാണെങ്കിൽ പേഷ്യന്റിന് ഈ പറയുന്ന AV ഫിസ്റ്റുല ചെയ്യാനോ AV ഗ്രാഫ്റ്റ് ചെയ്യാനോ ഉള്ള ടൈം കിട്ടില്ല. അത്തരം സന്ദർഭത്തിൽ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരേ മാർഗം എന്ന് പറയുന്നത് കത്തീറ്റർ ആണ്. പക്ഷെ ടെമ്പററി ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മൾ AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് അതോടൊപ്പം തന്നെ ആരംഭിച്ചിരിക്കണം കേട്ടല്ലോ. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ഹു ഈസ് എ നെഫ്രോളജിസ്റ്റ്. നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ആരാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്? നെഫ്രോളജി പഠിച്ചപ്പോ ആരായിരിക്കും? വൃക്ക തകരാറുകളുമായിട്ട് വൃക്ക തകരാറുകളിലൊക്കെ ചികിത്സിക്കുന്ന അതിൽ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. എ നെഫ്രോളജിസ്റ്റ് ദാറ്റ് മീൻസ് എ ഡോക്ടർ who is specialized in kidney problems. ചോദിക്കൂട്ടോ, ആരാണ് കിഡ്നി പ്രോബ്ലംസിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കാർഡിയോളജിസ്റ്റ് എന്നൊന്ന് എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഉത്തരം എന്താണ്? നെഫ്രോളജിസ്റ്റ് ആണ് കേട്ടോ, നെഫ്രോളജിസ്റ്റ് ആണ്. ഇനി അടുത്തത് ആരാണ്? ഓർ എൻ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. നിങ്ങൾ റേഡിയോളജി പഠിച്ചപ്പോ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് നമ്മുടെ റേഡിയോളജി ഇമേജിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ എക്സ്റേ, ഫ്ലൂറോസ്കോപ്പി അല്ലെങ്കിൽ ഈ പറയുന്ന ആൻജിയോഗ്രാം അങ്ങനെയുള്ള ചെറിയ മിനിമം ഇൻവേസീവ് ആയിട്ടുള്ള നടപടികളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെ? അവരെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. അതിനകത്തെ മിനിമം ഇൻവേസീവ്. അപ്പൊ അത് ചെയ്യുന്ന ഡോക്ടർ, അവരെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. എ ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് to execute operations and perform the venous catheter placement,
procedure in a hospital or an outpatient center. ആരാണ് നമ്മുടെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? അതായത് ഓപ്പറേഷൻസുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസുകൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് സെന്ററിലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് അല്ലെ, വീനസ് കത്തീറ്റർ നടപടിക്രമങ്ങളൊക്കെ നടത്തുന്ന ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, AV ഫിസ്റ്റുലയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിനും ആർട്ടറിയൊക്കെ നമുക്ക് വേണം. അപ്പൊ അത് വെറുതെ എടുക്കല്ല, അതൊരു റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാനിങ് വെക്കണം, അതിലൂടെ സെർച്ച് ചെയ്ത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെയിനും അവർക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് അവര് ഈ പറയുന്ന അൾട്രാസൗണ്ട് ഇമേജിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ഈ നെഫ്രോളജിസ്റ്റിന്റെ കൂടെ ആരും അവിടെ ഉണ്ടായിരിക്കണം, ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റും കൂടെ അവിടെ ഉണ്ടായിരിക്കണം. രണ്ടുപേരും ഉണ്ടായിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ നമ്മൾ പറഞ്ഞത്. മനസ്സിലായല്ലോ ആരാണ് നെഫ്രോളജിസ്റ്റ് എന്നും ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആരാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പറയുന്നത് നമുക്ക് വെറുതെ വായിച്ചു പോകാം. The patient gets the local anesthesia and sedation to be calm and relaxed in the course of this procedure. നമ്മളിങ്ങനെ കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ ഫിസ്റ്റുല ചെയ്യുകയാണെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. അത്തരം പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻസിന് എന്ത് കൊടുത്തിരിക്കണം? അനസ്തേഷ്യ കൊടുക്കണം അല്ലെ. അനസ്തേഷ്യ കൊടുത്തൊരു മയക്കത്തിൽ സെഡേഷൻ കൊടുത്തിരിക്കണം അല്ലെ. എന്നാലാണ് അവർക്ക് റിലാക്സ് ചെയ്തിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Venous catheters are not perfect for long-term use. നമ്മൾ ഈ ഒരു കത്തീറ്ററിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് കേട്ടോ പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇതൊക്കെയാണ്. Venous catheters are not perfect for the long-term use. Long-term യൂസിന് ഒരിക്കലും അത് പെർഫെക്റ്റ് അല്ല. With a venous catheter, a patient may generate a blood clot, an infection, or causing the vein to narrow. നമ്മൾ ഇത്തരത്തിലുള്ള കത്തീറ്ററുകൾ ഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വലിയ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. വെയിൻ വളരെയധികം ചുരുങ്ങിപ്പോവാം, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ വെയിൻ ചുരുങ്ങുമ്പോൾ തന്നെ പിന്നെ ബ്ലഡ് ഫ്ലോ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള പല എന്താ പറയുക ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഏതിന്? ഈ പറയുന്ന കത്തീറ്ററിന്. ഓക്കെ, അതുകൊണ്ടാണ് അത് ലോങ് ടേം യൂസിന് നല്ലതല്ല എന്ന് പറയുന്നത്. However, എന്നിരുന്നാലും if a patient wants to start hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV grafter has time to mature. അപ്പൊ എന്ത് വേണം? ഈ പറയുന്ന ഹീമോഡയാലിസിസ് ഉടനടി നമുക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വീനസ് കത്തീറ്റർ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വീനസ് കത്തീറ്റർ ഉപയോഗിക്കാം. അത് ഈ പറഞ്ഞോളം പല മാസങ്ങളോളം പല ആഴ്ചകളോളം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഏത് ചെയ്യുന്നത് വരെ? ഈ പറയുന്ന ലോങ് ടേം ആക്സസ് സർജറി, AV ഫിസ്റ്റുല പോലെ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ഒക്കെ മെച്ചർ ആവുന്നത് വരെ അല്ലെ. അത് മെച്ചർ ആവുന്നത് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കത്തീറ്റേഴ്സ് യൂസ് ചെയ്യാം അല്ലെ. പറഞ്ഞു കത്തീറ്റർ ടെമ്പററി ആയതുകൊണ്ട് AV ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും ചെയ്യാനുള്ള പ്രൊസീജിയർ തുടങ്ങണം. പക്ഷെ ആ സർജറി ചെയ്ത് അതൊന്ന് മെച്ചുവേർഡ് ആവണം അല്ലെ. നമ്മൾ പറഞ്ഞു ഫിസ്റ്റുലയ്ക്ക് ഒരു 3-4 മാസങ്ങൾ എടുക്കും, ഗ്രാഫ്റ്റിനാണെങ്കിൽ ഒരു 1-3 വീക്സ് വരെയാണ് പിടിക്കുന്നത് കേട്ടോ. അതാണ് ഈ പറയുന്ന പാരഗ്രാഫിനകത്ത് പറയുന്നത്. അത് ആ കാര്യമാണ് പറയുന്നത്. വായിക്കാൻ നമുക്ക്. Both the AV fistula and AV graft are outlined for long-term dialysis treatment. അപ്പൊ നോക്കിയേ, അങ്ങനെ ഒരു ചോദ്യം അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ഒരു ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതി ഏതാണ്, അല്ലെങ്കിൽ വാസ്കുലർ ആക്സസ് ആയിട്ട് ഏതാണ്? ഏതൊക്കെ ഉപയോഗിക്കാം? നമുക്ക് AV ഫിസ്റ്റുല ഉപയോഗിക്കാം, AV ഗ്രാഫ്റ്റ് ഉപയോഗിക്കാം. അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പെർമനന്റ് ആയിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? AV ഫിസ്റ്റുലയും അതുപോലെ തന്നെ AV ഗ്രാഫ്റ്റുമാണ്. അതേസമയം ടെമ്പററി ആയിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? കത്തീറ്റർ പറയണം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ആക്സസ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാലും കത്തീറ്റർ ആണ് ആൻസർ ചെയ്യുന്നത്. People who get AV fistulas are healed and ready to begin hemodialysis, okay, 2 to 3 months after their surgery. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് AV ഫിസ്റ്റുല ചെയ്തിട്ട് 3-4 മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതൊന്ന് മെച്ചുവർ ആവണം അല്ലെ. ഇത് ചെയ്തിട്ട് അത് ബോഡിയായിട്ട് മിക്സ് ചെയ്ത് അത് മെച്ചുവേർഡ് ആവണം. അതിന് ശേഷം നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട്
സാധിക്കുള്ളൂ. പീപ്പിൾ ഹു റിസീവ് AV ഗ്രാഫ്റ്റ് വിൽ ബി റെഡി ഇൻ 2 to 3 weeks എന്നാണ് പറഞ്ഞത്. AV ഗ്രാഫ്റ്റ് അത്രയും ടൈം വേണ്ട, ഏകദേശം ഒരു 2-3 ആഴ്ചകൾക്കുള്ളിൽ AV ഗ്രാഫ്റ്റ് മെച്ചുവർ ആകും. ഉണ്ടല്ലോ. Catheters are outlined for short term temporary use കേട്ടോ. Catheters സാധാരണയായിട്ട് നമ്മളൊരു ഷോർട്ട് ടേം യൂസിന് വേണ്ടിയിട്ടാണ്, ഷോർട്ട് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അപ്പോൾ അത് നമുക്ക് നാളെ പറയാം. കാര്യം ഹീമോ ഡയാലിസിസ് ഇന്ന് പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അന്ന് വീട്ടിലിരുന്ന് നിങ്ങൾ നല്ലപോലെ വായിച്ചു നോക്കി മനസ്സിലാക്കണം. കാരണം പെരിറ്റോണിയൽ വരുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? പോയിന്റ്സ് ടു റിമെമ്പർ. എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, കിഡ്നിയുടെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു ഫങ്ഷൻ? ഒന്ന് പ്രിവെന്റ് വേസ്റ്റ് ഫ്ലൂയിഡ്സ് ആൻഡ് എക്സ്ട്രാ എന്താ പറയാ, എന്നോട് പറയാം. എന്താണ് കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? പ്രിവെന്റ് ദ എക്സ്ട്രാ വാട്ടർ, അതുപോലെ തന്നെ വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ദാറ്റ് ഫില്ലിംഗ് അപ്പ് ഇൻ ദ ബോഡി അല്ലെ, ബോഡിയിൽ അടിഞ്ഞു കൂടുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. രണ്ടാമത്തത് എന്താണ്? കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ ആൻഡ് കൺട്രോൾ ദ കെമിക്കൽ എലിമെന്റ്സ് ഇൻ ദ ബോഡി അല്ലെ. മലയാളത്തിൽ തന്നെ ധാതു ലവണങ്ങളെ നിയന്ത്രിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നു. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് ആക്ടിവേറ്റ് ദ വിറ്റാമിൻ ബി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം അല്ലെ. കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ സജീവമാക്കുന്നതിനായിട്ട് അത് സഹായിക്കുന്നുണ്ട്, കിഡ്നി സഹായിക്കുന്നുണ്ട്. അപ്പൊ കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് കേട്ടോ. അത്രയും പോയിന്റ്സ് ഇവിടെ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ ഡയാലിസിസ് പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്ന് ഹീമോ ഡയാലിസിസ് ഉണ്ട്, മറ്റൊന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ പറഞ്ഞിട്ടില്ല, നാളെ പറയാം. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുവന്നിട്ട് ഒരു ഡയാലിസിസ് മെഷീന്റെ ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിനെ നമ്മൾ ഡയലൈസർ എന്നാണ് പറയുക, അഥവാ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയും. അതിലൂടെ കടത്തിവിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഫിൽറ്റേർഡ് ബ്ലഡിനെ നമ്മൾ തിരിച്ച് ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നു. ആ ഒരു പ്രൊസീജിയർ ആണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആവശ്യമാണ്. എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ? ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസൈഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത, ഒരു ആക്സസ്, ഒരു വഴി, അതാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ് ആൻഡ് കത്തീറ്റർ. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ ആണ്. അതൊരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്, നാച്ചുറൽ ആണ്, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടറി ആൻഡ് വെയിൻ കണക്റ്റഡ് ബൈ എ ഹോളോ സിന്തറ്റിക് ട്യൂബ്, ദാറ്റ് ഈസ് കോൾഡ് എ ഗ്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വെയിൻസ് ആർ വീക്ക് ആവുമ്പോൾ കേട്ടോ. വീക്കോ ഡാമേജ് അല്ല, വീക്ക് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത കണ്ടീഷനിലാണ് നമ്മൾ AV ഗ്രാഫ്റ്റ് ഉപയോഗപ്പെടുത്തുന്നത്. അതും പെർമനന്റ് ആയിട്ടുള്ളൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് കത്തീറ്റർ ആണ്. അതൊരു ടെമ്പററി ആയിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താ പറയാ, ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കത്തീറ്റർ ആണ്. അപ്പൊ ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത് ഫിസ്റ്റുല ആൻഡ് ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഷോർട്ട് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഏതാണ്? കത്തീറ്റർ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. പിന്നെ AV ഫിസ്റ്റുലയ്ക്ക് ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ട് 3-4 മാസങ്ങളാണ് കേട്ടോ. 3 to 4 months കഴിഞ്ഞിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാഫ്റ്റ് ആണെങ്കിൽ 2 to 3 weeks, 2-3 ആഴ്ചകൾക്ക് ശേഷം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും പോയിന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എനിക്കും ഭയങ്കര സ്ട്രെയിൻ വരുന്നത്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? അതില്ലാന്ന് വിചാരിക്കുന്നത്. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. അപ്പൊ ശരി കേട്ടോ, നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങളിത് കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. വായിച്ചു പോകണം, മറന്നു പോകും കേട്ടോ. ഞാൻ പറഞ്ഞത് മുഴുവൻ വെള്ളത്തിലായി പോകും. നിങ്ങൾ വായിക്കണം കേട്ടോ. അപ്പൊ ശരി, താങ്ക് യു. മൈൻഡ് ചെയ്യാം.